ഇതും ലുങ്കിയാണ്. ഇതാണ് ലേറ്റസ്റ്റ് ലുങ്കി നൈറ്റി ഒക്കെ. ഈ അമ്മ പഴയത് കഴിയുമ്പോൾ പുതിയത് നല്ല പ്രിന്റ് ഒക്കെ ഇങ്ങനെ ഇറക്കും. അപ്പൊ അത് കാണുമ്പോ ഇങ്ങനെ അതെ അതെ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ കാണുവാണെങ്കിൽ എനിക്ക് അതിൽ എന്തെങ്കിലും ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്യും. ഇതിന്റെ വേസ്റ്റ് രസമുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ സ്ലീവ് രസമുണ്ട് അങ്ങനെ. അപ്പം അതെന്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് എനിക്കൊരു കുഞ്ഞനിയനുണ്ട്, അവനിപ്പോ 10 വയസ്സായിട്ടുള്ളൂ. അവന്റെ ട്രൗസറാണ് ഇപ്പൊ ഷൂ. അച്ഛൻ ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പൊ കണ്ടിട്ട് അമ്മയും മോളും കൂടെ ആയാൽ മതി എന്നൊക്കെ പറയുന്നു. പിന്നെ തള്ളി ഉന്തി കൊണ്ടുവന്നപ്പോ പിന്നെ അച്ഛന്റെ ഫ്രണ്ട്സൊക്കെ അയ്യോ ഇത് സൂപ്പർ, അമ്മയെക്കാട്ടി അടിപൊളിയാണോ എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ അമ്മ വേണ്ട ഞാൻ ഇനി അമ്മ ഔട്ട്. നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് കവേഴ്സ്, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ബാക്കി വന്നിങ്ങനെ ലുങ്കി നൈറ്റി, ഇതൊക്കെ അപ്സൈക്കിൾ ചെയ്യണ ഒരാളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. എന്തും അപ്സൈക്കിൾ ചെയ്യും. ഗോപിക, വെൽക്കം ടു ക്ലബ് ഓഫ് എഫ്. എന്തും അപ്സൈക്കിൾ ചെയ്യും? അതാണ് ആദ്യത്തെ ചോദ്യം. എല്ലാം ചെയ്യും? ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യും. എങ്ങനെ ഈ ഐഡിയ തുടങ്ങിയത്? ഓക്കെ ഇന്ന് ബാക്കി വരുന്ന സംഭവങ്ങളൊക്കെ അപ്സൈക്കിൾ ചെയ്യാല്ലേ എന്നുള്ള ഐഡിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ്? ഐഡിയ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതേപോലെ എനിക്ക് പഴയ കുർത്തീസും അമ്മേൻ്റെ ഒക്കെ പഴയ കുർത്തീസും അച്ഛൻ്റെ ഷർട്ടൊക്കെ എനിക്കിങ്ങനെ കിട്ടുമായിരുന്നു. അപ്പം ഞാനത് എടുത്തിട്ട് ചുമ്മാ ലൈക്ക് സ്ലീവ് കട്ട് ചെയ്ത് സ്ലീവ്ലെസ് ആക്കി അല്ലെങ്കിൽ ലെങ്ത്ത് കുറച്ചിട്ട് ഒരു ഷോർട്ട് കുർത്തി പോലെ അങ്ങനെ നെക്കൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ ഞാൻ ഇടാൻ തുടങ്ങി. വീട്ടിൽ തന്നെയായിരുന്നു ഇടുക. പിന്നെ അത് പുറത്തേക്ക് ഇടാൻ തുടങ്ങി. പുറത്തേക്കൊക്കെ ഇടുമ്പോൾ അമ്മ ഇത് കൊള്ളാമല്ലോ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇത് അമ്മേൻ്റെ പഴയതാണ്. ഓ ആണോ ഇത് കൊള്ളാന്നൊക്കെ പറയും. പിന്നെ അച്ഛൻ്റെ ഷർട്ടാണെങ്കിൽ പോലും ലൈക്ക് ഷർട്ട് ലെങ്ത് കുറച്ചിട്ടും സ്ലീവൊക്കെ മാറ്റിയും കോളർ റിമൂവ് ഇതൊക്കെ അങ്ങനെയൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഇവിടെ എത്തി. വീടിനകത്താണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ട് അത് പുറത്തേക്കായി. ആദ്യത്തെ സപ്പോർട്ട് എവിടെ നിന്നായിരുന്നു? വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു? ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ സപ്പോർട്ടാണ്. ഓക്കെ ചെയ്യുന്നതിനൊക്കെ ഭയങ്കര പ്രോത്സാഹനമൊക്കെ ആയിരുന്നു. പിന്നെ ഇതായിട്ടൊരു ടെക്നിക്കലായിട്ട് പഠിക്കാനുള്ള അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു. ഈ പറയുന്ന ടൈലറിങ് അല്ലെങ്കിൽ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് അങ്ങനെയാണ് ഞാൻ വിളിക്കേണ്ടത്. എന്താ വിളിക്കേണ്ടത്? എന്തും വിളിച്ചോ, രണ്ടും എല്ലാം വരും. ഇത് ശരിക്കും നമ്മൾക്ക് ചെറുപ്പം തൊട്ട് ഇഷ്ടമാണ്, ചെറുപ്പം തൊട്ട് വീട്ടിൽ പഠിച്ച് ചെയ്ത് അങ്ങനെയാണോ? ഇത് പഠിക്കാനായിട്ട് സെപ്പറേറ്റ് പുറത്ത് പോയോ? എങ്ങനെയാ സംഭവം പഠിച്ചെടുത്തത്? ഞാൻ സെൽഫ് ടോട്ട് ആണ്. ഇതേപോലെ പണ്ട് സാധാ മെഷീൻ ഉണ്ടായിരുന്നു വീട്ടിൽ, പക്ഷെ എനിക്ക് യൂസ് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ കുറച്ചൊരു 7th 6th ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഒരു ഇലക്ട്രിക് മെഷീൻ വാങ്ങി. അപ്പം അതിനകത്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. കുറേ ടൈപ്പ് സ്റ്റിച്ചസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൽ വീട്ടിൽ കുറേ ഫാബ്രിക് ഒക്കെ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനൊരു ടോട്ട് ബാഗ് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ട് ചെയ്തു, സ്ലീവ് മീൻസ് ഇതിൻ്റെ സ്ട്രാപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ ടോട്ട് ബാഗ് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതേപോലെ പഴയ ഫാബ്രിക്കിൽ നിന്ന് ഇതേപോലെ ജസ്റ്റ് മടക്കി കഴുത്താക്കി ഒരു വലിയൊരു കഫ്താൻ അങ്ങനെയൊക്കെ അടിച്ചിടാൻ തുടങ്ങി. പിന്നെ അത് കുറച്ച് ഷേപ്പാക്കി എനിക്ക് വേണ്ടി ഞാൻ ചെയ്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നല്ല രീതിയിലൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ പുറത്ത് കൊടുക്കാൻ മാത്രം നല്ല സ്റ്റിച്ചിങ് ഒന്നും അല്ലായിരുന്നു. ചിലപ്പോൾ നൂലൊക്കെ വേറെ കളറായിരിക്കും. അങ്ങനെ പുറത്തൊന്നും കൊടുക്കാനല്ല, ഞാൻ വീട്ടിൽ തന്നെ ഇട്ടിട്ട് പിന്നെ അതിൽ നിന്ന് തന്നെ ഇപ്പോൾ കഴുത്തൊക്കെ ഭയങ്കര വലുതാണെങ്കിലൊക്കെ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പം കുറച്ച് ഇത്ര അല്ല കട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അങ്ങനെ ചെയ്ത് കുറേ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് പഠിച്ചു. പിന്നെ പാറ്റേൺസ് ഒക്കെ ഞാൻ ഇതേപോലെ പഴയ കുർത്തിയാണെങ്കിലും എനിക്ക് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സസിൻ്റെ അതേ കട്ട് ചെയ്ത് പേപ്പറിൽ വെച്ച് ട്രേസ് ചെയ്ത് അതിനി വേറെ പുതിയ ഫാബ്രിക്കിൽ വെച്ച് അങ്ങനെ ചെയ്തായിരുന്നു ഇതിൻ്റെ തുടക്കം. എന്താ ശരിക്കും പഠിച്ചേ? ഞാൻ BSc ബോട്ടണിയാണ് പഠിച്ചത്. ബോട്ടണി കഴിഞ്ഞിട്ട് ഇതേപോലെ മാസ്റ്റേഴ്സിന് നോക്കിയായിരുന്നു. പിന്നെ അബ്രോഡ് സ്റ്റഡീസ് നോക്കിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇയർ ഗ്യാപ്പ് വന്നു. അപ്പം ആ ഒരു ഗ്യാപ്പ് സമയത്താണ് എനിക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പം അത് ആ ഒരു സമയത്തായിരുന്നു. അത് ഇതേപോലെ ഞാനിങ്ങനെ ചെയ്ത് പുറത്തൊന്നും കൊടുക്കാനൊന്നും ആയിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ഡ്രസ്സസ് എല്ലാം ഞാൻ തന്നെ ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പം ഇത് ഞാനിങ്ങനെ സ്റ്റോറിയൊക്കെ ഇടുമ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് കൊള്ളാലോ എന്നൊക്കെ ചോദിക്കും. അപ്പം എനിക്കത് ഭയങ്കര മോട്ടിവേഷനായി. എന്നിട്ട് ഞാൻ ഓക്കെ ഇതിപ്പം എനിക്കും കൂടെ ചെയ്തു തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ശരി ഇത് ഇങ്ങനെ ഒരു ബിസിനസ്സായിട്ട് തുടങ്ങിയാൽ കൊള്ളാലോ, ജസ്റ്റ് കിട്ടുന്ന വർക്കൊക്കെ പോസ്റ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു മൈൻഡ് തുടങ്ങിയതാ. അങ്ങനെ 2022 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത്യാവശ്യം ഈ കണക്ഷൻസ് ത്രൂ ഫ്രണ്ട്സ് വഴി അവരെ ഫ്രണ്ട്സ് വഴി അത് കണ്ടിട്ട് അങ്ങനെയൊക്കെ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റിൽ ഉണ്ട്. എന്ത് ബ്രാൻഡിന്റെ പേരെന്താ? വിയർ 712 എന്നാണ്. ആദ്യം 712 എസ്തെറ്റിക്സ് ആയിരുന്നു. ഇപ്പം പുതുതായിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ ബൂസ്റ്റ് കിട്ടിയ? ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ബൂസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ചെയ്ത് ഇട്ടിട്ട് തുടങ്ങിയ സമയത്ത് നല്ലപോലെ റെസ്പോൺസ് ഒക്കെ വന്നു തുടങ്ങി. പിന്നെ ഇത് ഇട്ടിട്ട് ചിലപ്പോൾ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ സ്റ്റോറി ഇടുമ്പം അത് കൊള്ളാലോ ഇത് എവിടുന്നാ ചെയ്തത് ആണോ എന്ന് എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ. ഈ വീഡിയോസ് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ കണ്ടേക്കുന്നത് ഫുള്ള് ഗോപിക തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുന്നത്. വേറെ ആർക്കെങ്കിലും ഇനി സ്റ്റിച്ച് ചെയ്ത് ഇടാൻ അങ്ങനെയുള്ള പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടോ?
അങ്ങനെ ഞാൻ അമ്മയ്ക്ക്, കാരണം എല്ലാവരും ഇങ്ങനെ കമന്റ് ചെയ്ത് തുടങ്ങി ആ പാവ അമ്മയ്ക്ക് എന്തെങ്കിലും അടിച്ചിട്ട് കൊടുക്കുന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും അടിച്ചിട്ട് കൊടുത്താലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഓക്കെയാണ് ഇതിനൊക്കെ നിക്കാനൊക്കെ വീഡിയോയില് നിക്കാനൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഷൈ അല്ല, ആദ്യമൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായിരിക്കും. അപ്പൊ പറയും ഞാൻ വരാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. പിന്നെ വിളിച്ച് പിന്നെ 1-2 വീഡിയോസ് ഒക്കെ റീച്ച് ആയ സമയത്ത് അവരെ ഫ്രണ്ട്സ് ഒക്കെ പറയാൻ തുടങ്ങി, കൊള്ളാലോ ഞാൻ മോളുടെ വീഡിയോ കണ്ടുവിട്ടു പോവാന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചങ്ങ് ഓക്കെ എന്നെ വരാനായി. അപ്പോഴും അച്ഛൻ വരില്ലായിരുന്നു, അച്ഛൻ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. അപ്പൊ കണ്ടിട്ട് അമ്മയും മോളും കൂടെ ആയാൽ മതി എന്നൊക്കെ പറയുന്നു. പിന്നെ തള്ളി ഉന്തി കൊണ്ടുവന്നപ്പോ പിന്നെ അച്ഛന്റെ ഫ്രണ്ട്സ് ഒക്കെ അയ്യോ ഇത് സൂപ്പർ, അമ്മയെക്കാട്ടി അടിപൊളിയാണോ എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ അമ്മ വേണ്ട, ഞാൻ ഇനി അമ്മ ഔട്ട് എന്നുള്ള രീതിയിൽ. ഇപ്പൊ അവർ രണ്ടാളും ഭയങ്കര പ്രൗഡാണ്. ഇപ്പൊ അവർ രണ്ടുപേരും ഭയങ്കര പ്രൗഡാണ്. ആദ്യം ഇതേപോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഇനിയിപ്പം എന്തായാലും ഒരു 6 മാസത്തെ കോഴ്സ് എന്തെങ്കിലും എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. ഫാഷൻ റിലേറ്റഡ് അല്ലേ? ഫാഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവര് പറഞ്ഞത് ഇനിയിപ്പോ മോക്ക് അറിയാലോ എന്തിനാ പഠിക്കുന്നത്, അവർക്ക് അങ്ങനെ അവരുടെ ഒരു കോൺസെപ്റ്റ് പണ്ടത്തെ കേട്ടോ, ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഈ തയ്യക്കടയില് തുന്നക്കടയില് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം അവര് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ മിക്കതും നമ്മൾ തന്നെ ചെയ്യണാണോ? ഞാൻ അതെ അല്ല ഇതൊക്കെ ഞാൻ തന്നെ ഇത് ആരുടെങ്കിലും ലുങ്കിയോ? ഇതൊരു പഴയ ഉടുപ്പായിരുന്നു, അതിൽ നിന്നാണ് കുറച്ച് മെറ്റീരിയൽ ബാക്കി കിടപ്പുണ്ട്, അതുകൊണ്ട് വേറെ ഇതുപോലെ ഒരു അത്രയും വലിയൊരു ഗൗൺ ആയിരുന്നു. ട്രിവാൻഡ്രത്ത് മിസ് ട്രിവാൻഡ്രം സംതിങ് അങ്ങനെ ആർക്കോ ചെയ്തെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാ ആ ഒരു ഇത് വന്നതൊക്കെ? അത് ആക്ച്വലി ഞാൻ കോർസെറ്റ്, അതായത് ഈ കോർസെറ്റ് ഞാൻ ചെയ്ത് ഞാനിങ്ങനെ അക്കൗണ്ടിൽ ഇട്ടു. അപ്പൊ ഇട്ട സമയത്ത് ഇതേപോലെ ഭയങ്കര റാൻഡം ആയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നായിരുന്നു, ഇങ്ങനെ ഒരു ഷോ വരുന്നുണ്ട്, അപ്പൊ അതിന് ചെയ്ത് കൊടുക്കുമോ, ബാർബി തീമാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആദ്യം ഓക്കെ കുഴപ്പമില്ല, എനിക്ക് ഇത് വല്ല ഫേക്ക് ആണോ, കുറെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു വലിയ പരിപാടി വരുന്നുണ്ട് അങ്ങനെ. ഞാൻ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ഉടായിപ്പാണോ, പക്ഷെ പിന്നെ നോക്കുമ്പം ഡിസൈൻസ് ആളുടെ മോഡലിന്റെ ഇതൊക്കെ പറഞ്ഞു, അങ്ങനെ പോയി മെഷർമെന്റ് ഒക്കെ എടുത്തു, അങ്ങനെ അത് ചെയ്തു. ബാർബി തീമില് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ആ കണക്ഷൻ വന്ന ആ പുള്ളി ത്രൂ തന്നെയാണ് വേറെ ഒരു ഷോ ഉണ്ടായിരുന്നു, അവരിപ്പോ ഒരു മോഡലിംഗ് ഏജൻസി പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ഒരു ഷോ ഇപ്പം ചെന്നൈയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്നായിരുന്നു. അപ്പൊ അതിലും ഒരു 20 ഡിസൈൻസ് ഞാൻ തന്നെയാണ് ചെയ്തു കൊടുത്തത്. ഓ നൈസ്. അപ്സൈക്കിൾ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. പറ്റാത്തത് വെള്ളവും വെളിച്ചവും എല്ലാം പറ്റും, എല്ലാം പോസിബിൾ ആണ്. എനിക്ക് കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. ഇതുവരെ ചെയ്തേക്കണം എന്തൊക്കെയാ, ഇനി ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കണം എന്തൊക്കെയാ? ഇതേപോലെ ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചത് ഈ മറ്റേ പഴയ ചാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഇതാക്കാൻ പോയ സമയത്ത് അതൊക്കെ കഴുകി പറക്കി എടുക്കുമ്പോ തന്നെ സമയം എടുക്കും, മടിയാവും. അപ്പൊ പിന്നെ ഉള്ള കവറും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, എന്ത് കിട്ടിയാലും ചെയ്യാം. അപ്പൊ ഇനി ഇവിടെ കുറച്ച് കലാവിരുദ്ധകൾ ഞാൻ കാണുന്നുണ്ട്, അത് എന്താന്ന് ചോദിക്കട്ടെ? ഫസ്റ്റ് ഇത് നമ്മൾ തന്നെ ചെയ്താ? അതെ ഞാൻ തന്നെ ചെയ്തതാണ്. ഇതാണ് ലേറ്റസ്റ്റ്. ഇതും ലുങ്കിയാണ്? ലുങ്കിയാണ്. അച്ഛന്റെ ലുങ്കിയാണ്? അച്ഛന്റെ ലുങ്കി തന്നെയാണ്. ശരി, ഇത് ഒരു ഒറ്റ ലുങ്കിയാണ്? ഇത് ഒറ്റ ലുങ്കി. ഇത് ലുങ്കിയുടെ കരയാണ്, കര ഇതേപോലെ വെച്ചതാണ്. അപ്പൊ ഈ ഐഡിയ ഒക്കെ, അതായത് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഈ കര എങ്ങനെ ചെയ്യാം, അതായത് ഓരോ പാറ്റേൺസ് ഓരോ ഡിസൈനിങ് ഐഡിയാസ് വരില്ലേ, പഠിക്കാതെ എങ്ങനെയാണ് ഈ ഐഡിയാസ് ഒക്കെ പറഞ്ഞത്? പിൻട്രസ്റ്റ് നോക്കൂ? പിൻട്രസ്റ്റ് അല്ല, എൻ്റെ ഫീഡ് മൊത്തത്തിൽ ഡിസൈൻ റിലേറ്റഡ് സാധനങ്ങളാണ്. എനിക്കിപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസൈൻ കാണുവാണെങ്കിൽ എനിക്ക് അതിൽ എന്തെങ്കിലും ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്യും, ഇതിന്റെ വേസ്റ്റ് രസമുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ സ്ലീവ് രസമുണ്ട് അങ്ങനെ. അപ്പം അതെന്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം എനിക്ക് അത്യാവശ്യം കുറെ ഞാൻ ചുമ്മാ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇതിനെപ്പറ്റി തന്നെ കുറെ റിസർച്ചസ് നോക്കിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും ഇന്റർനാഷണൽ ഷോസ് അല്ലെങ്കിൽ കുറെ ഇങ്ങനെ നോക്കും. അപ്പം അതിന്റെ ഒക്കെ ഒരു കമ്പൈൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും പിന്നെന്ന് പറയുമ്പോൾ ഈ നൈറ്റി ഒക്കെ കാണുമ്പോൾ തന്നെ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം ചിലപ്പോൾ ഇവിടെ കുറച്ച് കീറിയതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും എലി കറണ്ട് പോലെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റെയിൻ ഉണ്ടാവും. അപ്പം അത് കിട്ടുന്ന സമയത്ത് ഒരു അരമണിക്കൂർ ഇങ്ങനെ അതിൻ്റെ മുമ്പിൽ നിൽക്കും, എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പം അത് റിമൂവ് ചെയ്ത് അത് കറക്റ്റ് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ വരുന്ന പോലെ അങ്ങ് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ ഇൻ കേസ് ഇപ്പം അത് പറ്റുന്ന ഉദ്ദേശിച്ച പാറ്റേൺ വരില്ലെങ്കിൽ ചേഞ്ച് ചെയ്യും. എന്തായാലും അവസാനം ഒരു നല്ലൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരാൻ ഞാൻ മാക്സിമം നോക്കും. ഓക്കെ, വേറെ എന്തൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്? ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസ് ഫീഡ് ഫുൾ ഇതാണ്, എന്തൊക്കെയാണ് ഇതുപോലെ ഫോളോ ചെയ്യണേ? ഇതേപോലെ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റും ഞാൻ മിസ് ചെയ്യാറില്ല, അത് ഞാൻ നന്നായിട്ട് നോക്കും. പിന്നെ ഇതേപോലെ എന്തെങ്കിലും അതിലൊരു അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനോ അങ്ങനെ ഞാൻ മാക്സിമം നോക്കും. പക്ഷെ ഡ്രസ്സ് മാത്രമല്ല, ഇപ്പൊ നല്ല ബാഗുകളും കാണുന്നുണ്ട്, ഇത് നമ്മൾ തന്നെ ചെയ്തതാണോ? അതെ. ഇത് എനിക്കൊരു കുഞ്ഞനിയനുണ്ട്, അവനിപ്പോ 10 വയസ്സായിട്ടുള്ളൂ, അവന്റെ ട്രൗസർ ആണിത്.
അപ്പം ട്രൗസറിന്റെ പോക്കറ്റും കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ ഇതും ഇതേപോലെ അച്ഛന്റെ ഒരു പഴയ ഡെനിം ഒരു പാന്റ് ഉണ്ടായിരുന്നു, അതും കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഞാനിപ്പോ ഇത് തന്നെ പുറത്തേക്ക് ഇടാറ്. അവർക്ക് വീട്ടിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് വീട്ടില്, കുറെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ പറയും ഇതിപ്പോ ഇവർ ഓൺലൈനിൽ നിന്ന് കുറെ വാങ്ങും, അപ്പൊ മേടിച്ച ഒരു അലക്ക് കഴിയുമ്പോ തന്നെ ചെറുതാവും. ഞാൻ പ്രാർത്ഥിക്കുക ഇനി എന്തെങ്കിലും ഡാമേജ് ആവണേ, നശിക്കണേ. അതെ അതെ അതെ. എത്ര സമയം എടുക്കും ഇതൊക്കെ ചെയ്യാൻ? ഇതെന്ന് പറയുമ്പം ആദ്യം ഇതേപോലെ ഒരു ഡിസൈൻ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും, ഇതേപോലെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇതൊക്കെ ചെയ്യാൻ ഒരു 2-3 മണിക്കൂർ. ഞാൻ പിന്നെ കുറച്ച് ലേസിയാണ്, ഉരുട്ടി ഇങ്ങനെ കുറച്ച് റീൽസ് ഒക്കെ കണ്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പയ്യായിരിക്കും ചെയ്യാം. എമർജൻസി വർക്കൊക്കെ വരുമ്പോഴായിരിക്കും കഷ്ടപ്പാട്. ഇങ്ങനത്തെ ഒരാളായ ഞാനുണ്ടല്ലോ പെട്ടെന്ന് ചടപടാന്ന് പോലെ ചെയ്ത് കൊടുക്കേണ്ടി വരും, അപ്പൊ ഇച്ചിരി ടാസ്ക് ആയിരിക്കും. ഇനി ഞാൻ 2-3 കമന്റ്സ് വായിക്കാം, അതിന് റിപ്ലൈ ഇപ്പൊ അങ്ങോട്ട് കൊടുത്തു. ഫസ്റ്റത്തെ കമന്റ്, സോറി ഇത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം പോലെ ഇരിക്കും. അച്ഛന്റെ ലുങ്കി ഇനി ബാക്കിയുണ്ടോന്ന് വീട്ടില്? ബാക്കിയുണ്ട്, കുറെ ഉണ്ട്. ബാക്കി കുറെ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പുതിയത് വാങ്ങിക്കൊടുക്കും. ഒരാഴ്ച കഴിയുമ്പോ മുഷിയുമല്ലോ, അപ്പൊ അതെടുക്കും, വീണ്ടും എടുക്കും. അതും പഴയതായിട്ട് കൂട്ടാലോ. ഉണ്ട്, കുറെ പഴയതുണ്ട്. ഇനി വെട്ടിമുറിക്കാനായിട്ട് ഈ വീട്ടില് കർട്ടനും കൈക്കലത്തുണിയും മാത്രമേ ബാക്കിയുള്ളൂ, ശരിയാണോ? ശരിയല്ല, അതും ഞാനിപ്പം അതിന്റെ പ്രോസസ്സിങ്ങിലാണ്. അത് ബാക്കിയുണ്ട്. വേറെയും കുറെ സാധനങ്ങളുണ്ട്. അനിയന്റെ ഒരു സാധനം ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല, അതൊക്കെ ഇനി തൊടാനുണ്ട്. ഈ നമ്മുടെ ബാഗ് പോലെ തന്നെ? അതെ അതെ അതെ. അവന്റെ കുറെ ഡ്രസ്സസ് ഉണ്ട്, ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കണം എത്രയും പെട്ടെന്ന്. കമന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരുപാട് പേര് ഗോപികനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. കാര്യം നമ്മുടെ ഈ ഒരു ഡ്രസ്സ് കാണുമ്പോ അവർക്ക് അപ്പൊ തന്നെ ടങ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്താണ് അങ്ങനെ നെഗറ്റീവ് കമന്റ് ചെയ്യണവരോട് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, കാരണം ഞാൻ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഈ പാരഗ്രാഫ് ഇങ്ങനെ അവരെ പഠിപ്പിക്കാനുള്ള പോലെ, അതായത് അങ്ങനെയാണ് ഞാൻ ഇത് കാണിക്കുന്നത്, ഞാൻ ഈ ഡ്രസ്സാണ് ഷോക്കേസ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇവർക്ക് സ്കിൻ എക്സ്പോഷർ എന്നുള്ളൊരു സംഭവമാണ് അവർ മെയിനായിട്ട് പറയുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഇതല്ല, ഞാൻ ഇതാന്ന് ഇങ്ങനെ പാരഗ്രാഫ്. പിന്നെ ഇങ്ങനെ കമന്റ് ചെയ്യുന്നവരൊക്കെ മനസ്സിലായി ഇത് ഒരു പഠിപ്പിക്കാൻ നേരെയാക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല. ഞാൻ അതങ്ങ് വിടും. പിന്നെ ഭയങ്കരമായിട്ട് തീരെ എനിക്ക് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കത്തുള്ളൂ. ഇപ്പൊ പിന്നെ ഞാൻ ഒന്നും കൊടുക്കാറില്ല. ശരി, അങ്ങനെ പറയണവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. ഏതെങ്കിലും ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സെലിബ്രിറ്റീസ് ആരെങ്കിലും എൻക്വയറി ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന, സിനിമയിലേക്ക് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്ന? എന്നുള്ള 2 ചോദ്യങ്ങൾ. എനിക്ക് ഇതേപോലെ സിനിമയിൽ നിന്ന് എനിക്ക് നല്ല 1-2 ഇത് വന്നായിരുന്നു, എൻക്വയറീസ് വന്നായിരുന്നു. അത് ഇതേപോലെ കണക്ഷൻ ത്രൂ തന്നെയാണ്. കുറേ സംസാരിച്ച് വർക്കൊക്കെ കാണിച്ചു. ക്ലോത്തിങ് അക്കൗണ്ടിൽ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ കൊല്ലത്തെ സംഭവമാണ്. അപ്പം ക്ലോത്തിങ് അക്കൗണ്ടിൽ തന്നെ അത്യാവശ്യം ഞാൻ ചെയ്ത വർക്ക്സ് ഒക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാനും പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ സമയത്ത് എല്ലാം പറഞ്ഞ് ലാസ്റ്റ് ഞാൻ സെൽഫ് ടോട്ടാണ്, സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ പോയി കഴിഞ്ഞു. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി, അപ്പൊ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി, ഒരു പേപ്പറിന് ഇത്ര വാല്യൂ ഉണ്ടോ, സർട്ടിഫിക്കറ്റിന് ഇത്ര വാല്യൂ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല. അവർക്കും തോന്നി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ പോയതെന്ന്. അപ്പൊ പിന്നെ അവർ പിന്നെ തൽക്കാലത്തേക്ക് ഒരു 6 മന്ത് അല്ലെങ്കിൽ ചെറിയൊരു ഡിപ്ലോമ എങ്കിലും എടുത്ത് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഒരു പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഇവിടെ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു ബാക്കി സമയത്താണ് ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു അപ്സൈക്കിളിലേക്ക് ഒരു കോണ്ടന്റ് ക്രിയേഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ സർട്ടിഫിക്കറ്റ് വേണ്ട, മോള് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വരുന്നുണ്ട്. എന്തായാലും ജോയിൻ ചെയ്ത് പോയില്ല. അപ്പൊ പിന്നെ അത് ഇനിയിപ്പോ ഒരു 2 മന്ത്സിൽ അത് കംപ്ലീറ്റ് ആവും. അപ്പൊ നെക്സ്റ്റ് പരിപാടി എന്താ? അതായത് ഇനി വലിയ വർക്കുകൾ കമ്മിങ്? വലിയ വർക്ക്സ് ഒക്കെ കുറച്ച് വെഡിങ് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് എനിക്കിപ്പോൾ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് എനിക്ക് ക്ലോത്തിങ് ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബുട്ടീക്ക് തുടങ്ങണം എന്നൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഡ്രീമേ ഇല്ല. ഇപ്പം എനിക്ക് ഒരു ഡിസൈനർ എന്നുള്ള ഒരു രീതിയിൽ തന്നെ കുറച്ചൊന്നുകൂടെ ഒരു വെൽ നോൺ ആവണം, പിന്നെ ഒരു വെൽ നോൺ ഫാഷൻ ഓൺടർപ്രണർ ആവണം എന്നാണ്. പിന്നെ ഈ അപ്സൈക്ലിങ്ങിൻ്റെ ആ ഒരു സംഭവം എനിക്കൊന്ന് കുറച്ചുകൂടെ ഫെമിലിയർ ആവാനുണ്ട് ആൾക്കാർക്ക്. അപ്പം ഈ ഫാബ്രിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാവല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു അതിന് എന്തെങ്കിലും എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്നുണ്ട്. അത്രേ ഉള്ളൂ കറന്റ്. നാൻസി ത്യാഗിയില്ലേ നമ്മുടെ ബോളിവുഡിൽ, ഇൻസ്പിറേഷൻ ആണോ ചോദിക്കുന്നത്? ഇൻസ്പിറേഷൻ പുള്ളിക്കാരി ഔട്ട്ഫിറ്റ് റീക്രിയേഷൻ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ. അപ്പം ഞാൻ ഇപ്പം അപ്സൈക്കിൾ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ചും ഔട്ട്ഫിറ്റ് റീക്രിയേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എപ്പോഴെങ്കിലും ഇനി ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ട്, പ്ലാൻ ഉണ്ട്. പക്ഷെ ഈ ലുങ്കി എന്നെ വിട്ടു പോകുന്നില്ല. അതുകൊണ്ട് ലുങ്കി നൈറ്റി ഒക്കെ ഈ അമ്മ പഴയത് കഴിയുമ്പോ പുതിയത് നല്ല പ്രിന്റ് ഒക്കെ ഇങ്ങനെ ഇറക്കും. അപ്പൊ അത് കാണുമ്പോ ഇങ്ങനെ എനിക്കുള്ളതാ നോട്ട് ഇടുന്നൊക്കെ. ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ഞാനും വരികയാണെങ്കിൽ തിരക്കിന്റെ ഇടയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ
പറ്റുമോ? ചെയ്തു തരാം. ഓഫ് കോഴ്സ് ഞാൻ ഇതിലും അടിപൊളിയായിട്ടുള്ള എന്തെങ്കിലും ചെയ്തു തരാം. താങ്ക് യു. ഒരു ഗ്യാപ്പ് ഇട്ട് ഇപ്പോൾ ഗോൾ അടിച്ചാലും കുഴപ്പമില്ല, സക്സസ് ആയി. താങ്ക് യു സോ മച്ച് അപ്പ നമ്മളോട് സംസാരിച്ചിട്ടാ. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. താങ്ക് യു.